വെൽക്കം ടു പ്രീതിസ് മന്ന കിച്ചൻ. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് പ്രോൺസ് ബട്ടർ റോസ്റ്റ് ആണ്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ പ്രോൺസ് നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആ പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഇവിടെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നത് അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു കുരുമുളക്, ഒരു ലേശം മുളക് പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര്, ഇത്രയും വേണം നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി അതിൻ്റെ വെള്ളം മുഴുവൻ വാർന്ന് പോയതിന് ശേഷം വേണം നമ്മളിത് ഇങ്ങനെ എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഒട്ടും ഇനി പോകാനില്ല. അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് കളർ കാണുമ്പോൾ അറിയാമല്ലോ, അധികം മസാലകളൊന്നുമില്ല, വളരെ ലൈറ്റായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ മാരിനേഷൻ എന്ന് ശരിക്കും പറയാനല്ല, ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ ഇതിൻ്റെ സമയം. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ കൂടുതൽ ചേർത്തിരിക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഒന്നെങ്കിൽ ലെമൺ ജ്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്ന മറ്റൊന്നാണ് വിനെഗർ. അപ്പോൾ ഇത് 1/2 കിലോ പ്രോൺസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആദ്യമേ തന്നെ ഈ പ്രോൺസ് ഒന്ന് ചെറുതായിട്ട് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് തീ കത്തിക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കാം. ഇത് ചൂടാകുന്ന സമയത്ത് നമുക്ക് പ്രോൺസും കൂടെ ചേർത്തിടാം. ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം. നല്ല ഫുൾ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഒരു കോട്ടിങ് പോലെ വന്നാൽ മാത്രം മതി. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫുൾ തീയിലിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയത് ഒരുപാട് വെന്ത് പോകാൻ ഇടവരരുത്. പെട്ടെന്ന് തന്നെ എന്നെ തിരിച്ചിട്ടേക്കുക, ഉണങ്ങാനും പാടില്ല. ഇതുപോലെ ബാക്കിയിരിക്കുന്ന പ്രോൺസ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളെ അത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഓവർ കുക്കായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ കളറൊന്നും അധികം മാറിയിട്ടില്ല, ജസ്റ്റ് കുക്കായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മതി, ഇതിനൊപ്പായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയും കൂടി ഇതുപോലെ തന്നെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് പ്രോൺസും റെഡിയായി. അപ്പോൾ നമ്മൾ ഫുൾ തീയിലിട്ടുകൊണ്ടാണ് ഇതിൽ നിന്ന് വെള്ളം ഒട്ടും ഇറങ്ങാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് ഇറങ്ങും. നാട്ടിലെ വെളിച്ചെണ്ണയല്ല, നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണ്. ഉറങ്ങിയിരിക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ വേണം കേട്ടോ. ഇച്ചിരി നന്നായിട്ട് വേണം, റോസ്റ്റ് അല്ലേ. അപ്പോൾ ഇച്ചിരി നന്നായിട്ട് മസാലയ്ക്കൊക്കെ ഇച്ചിരി നന്നായിട്ട് എണ്ണ വേണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, ഇനി നമ്മൾ ചെയ്യുന്നത് 3 ചെറിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇടുവാണേ. ഇനി തീ കൂട്ടി വയ്ക്കാം. അല്പം ഉപ്പ് ചേർക്കാം. പ്രോൺസിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാമല്ലോ കേട്ടോ. അരപ്പിനുള്ള ഉപ്പ് മാത്രം മതി. ഇച്ചിരി ഒന്ന് നിരത്തിയിടാം. നന്നായിട്ട് കനം കുറച്ച് വേണം സവാള അരിയാനേ. നമ്മുടെ സവാള ഇതാണ് നന്നായിട്ട് വഴന്നു, കണ്ടില്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. 2 ചെറിയ തക്കാളിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ 1/2 കിലോ പ്രോൺസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ മുതൽ 3/4 കിലോ വരെ ഈ സെയിം അളവിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതും ഇനി നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞു വരണം. അപ്പോൾ സവാളയും തക്കാളിയും നന്നായിട്ട് വഴന്നു കഴിഞ്ഞു, എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി നമുക്കിതിനാവശ്യമുള്ള മുളക് പൊടി ഒക്കെ ചേർക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നിറയെയില്ല, എന്നാൽ ഒരു 3/4 ടീസ്പൂൺ മിച്ചമുണ്ട്. മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറിയ തീയിലിട്ട് മസാല മൂപ്പിച്ചെടുക്കുക. മുളകൊന്നും കരിഞ്ഞു പോകത്തില്ല, കാരണം നമ്മൾ സവാളയ്ക്കകത്തല്ലേ ഇതിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കരിഞ്ഞൊന്നും പോകത്തില്ല. നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. മസാല ഒരുവിധം മൂത്ത് കഴിഞ്ഞു.
ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി. പിന്നെ ഇതിലേക്ക് നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണോളം വിനെഗർ അല്ലെങ്കിൽ നാരങ്ങ നീര്. ഈ മസാലയിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർക്കാം. ഉപ്പ് നോക്കട്ടെ. അല്പം ഉപ്പിന് കുറവുണ്ട്, കുറച്ച് ഉപ്പിടുവാണ്. നല്ല എരിവുണ്ട് കേട്ടോ, കാരണം 1 ടേബിൾ സ്പൂൺ ഇട്ടുള്ളെങ്കിലും നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം നമ്മുടെ പ്രോൺസ് വറുത്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ആ എണ്ണയെല്ലാം കൂടെ ഇട്ട് ഒരു 100 മില്ലി വെള്ളമുണ്ട്. നന്നായിട്ട് ഇളകട്ടെ. അപ്പം നമ്മളിങ്ങനെ ഈ മസാലയെല്ലാം ഇട്ട് വെള്ളം ഒഴിച്ചിളക്കിയതിന് ശേഷം ഉപ്പ് നോക്കണം. അതുപോലെ തന്നെ ഒരു അല്പം പുളി ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ വിനെഗറാണ് നിങ്ങൾ ഈ ചേർക്കുന്നെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ അത് പാകത്തിന് പുളി ഉണ്ടാകും. പക്ഷേ നമ്മൾ നാരങ്ങാനീര് ചേർക്കുമ്പോൾ അത്രയും പുളി വരാൻ ചാൻസ് കുറവാണ്. നമ്മുടെ ആ കാര്യം തക്കാളി 2 ചേർത്തിട്ടുണ്ട്, ചെറിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന് പുളി ഉണ്ടോ എന്ന് നോക്കി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ നാരങ്ങാനീര് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്കിവിടെ പുളി കുറവാണേ, ഞാൻ ലേശം കൂടെ പുളി ഒഴിക്കുന്നു. പുളി എന്ന് പറഞ്ഞ് നാരങ്ങ ഞാൻ നേരിട്ടങ്ങ് പിഴിഞ്ഞൊഴിക്കുക. നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം. ചെറിയ തീ കിടന്ന് 5 മിനിറ്റ് കുക്കാവട്ടെ. നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കഴിഞ്ഞു. 5-6 മിനിറ്റായി. എപ്പോഴും തുറക്കുമ്പോൾ അതിനകത്ത് ആവിയുള്ള അതിനകത്തോട് തന്നെ അങ്ങ് വീഴ്ചേക്കുക. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് കേട്ടോ. അപ്പോൾ ഈ റോസ്റ്റിന് ഇപ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തീ കുറച്ചിട്ടേക്കുവാണ്. ഞാൻ ഇപ്പം കറിവേപ്പില ചേർക്കുവാണ്. ഫ്രോസൺ കറിവേപ്പില ചേർത്തു. ഇനിയാണ് നമ്മൾ റോസ്റ്റിങ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സമയം മുഴുവൻ ഇത് നമ്മൾ ചെറിയ തീയിലിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കൂടുതൽ തീയിട്ടത് മസാലകളൊന്നും കരിച്ച് കളയരുത്. അതുപോലെ തന്നെ ചെമ്മീൻ ഉണങ്ങിപ്പോകാനും പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം അധികം വെള്ളമൊന്നും ഇല്ല ഇതിനകത്ത്. ആ സവാളയുടെ ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിത് ബട്ടർ റോസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിലേക്ക് ബട്ടർ ചേർക്കണം. നമ്മളൊന്ന് ഫ്രൈ ചെയ്ത സമയത്ത് ഒരല്പം ബട്ടർ ചേർത്തു, എന്നാൽ അത് പോരാ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ചേർക്കണം. ആ ബട്ടർ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് താല്പര്യം അനുസരിച്ച് ചേർത്തോളുക. ഞാനിവിടെ എന്തായാലും 1 ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ഇവിടെ ചേർക്കുകയാണ്. നമുക്ക് കുറേശ്ശെ ബട്ടർ ചേർത്ത് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്നിച്ച് എല്ലാം കൂടെ ചേർക്കണ്ട, കുറേശ്ശെ ചേർത്ത് ചെറുതീയിൽ കിടന്ന് വേണം ഇത് റോസ്റ്റാക്കി എടുക്കാൻ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ലേശം കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. പിന്നെ റോസ്റ്റിന് നല്ല എരിവ് വേണം കേട്ടോ, എന്നാലേ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു രുചിയുള്ളൂ. ഞാൻ ലേശം കുരുമുളക് പൊടി ചേർക്കുക. നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് ചേർത്താൽ മതി. ഞാനൊരു 2 പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് അങ്ങോട്ട് മൂടി വെച്ചു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിന് ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും നല്ല ചെമ്മീൻ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, അല്ലാണ്ട് ഉണങ്ങിപ്പോയിട്ടോ അങ്ങനെയൊന്നുമില്ല, റബ്ബർ പോലെയോ അങ്ങനെയൊന്നും ആയിട്ടില്ല. കാരണം നമ്മൾ ആദ്യമേ എടുത്ത വറുത്തതിൻ്റെ പാകം, പിന്നെ നമ്മൾ സ്ലോ കുക്കിംഗ് അല്ലേ, അതൊക്കെ ചെറു തീയിലിട്ടാണിത് ചെയ്യുന്നത്. ഉപ്പും പുളിയൊക്കെ ഇതിന് പാകത്ത്, പുളി ഒത്തിരി മുന്നോട്ട് നിൽക്കുക എന്നുള്ളതല്ല, എന്താ പറയുക, നമുക്കൊരു ടേസ്റ്റ് നന്നായിട്ട് റോസ്റ്റിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടണം. വിനെഗറാണ് ചേർക്കുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചേർത്ത് മാത്രമേ അത് ചെയ്യാവുള്ളൂ. നാരങ്ങാനീരാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് പാകത്തിനാണേ. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നേരം അടുപ്പിലിട്ടുകൊണ്ടിരിക്കാണ്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ വീണ്ടും ബട്ടർ ചേർക്കുകയാണ് ഇതിലേക്ക്. ബട്ടർ നന്നായിട്ട് ചേരണം ഇതിന്.
ഇളക്കുക. കണ്ടില്ലേ, നല്ല സൂപ്പറായി വന്നു. നന്നായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. സാധാരണ നമ്മളിങ്ങനെ ബട്ടർ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബട്ടർ നന്നായിട്ട് ഇതിനകത്ത് ഇങ്ങനെ കാണണം. കുറേ കൂടെയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഇത് താളിച്ച് ഒഴിക്കാനായിട്ട് പോകുന്നുണ്ട് ഞാൻ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് ബട്ടർ റോസ്റ്റ് റെഡിയാകും. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇടും. ഇത്രയും ബട്ടർ ഞാൻ ഇടുവാണ്. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞതും കൂടെ ചേർത്ത് വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ്. 2-3 കറിവേപ്പില. ഇവിടെ നമ്മുടെ ഉള്ളി രണ്ടും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കരിഞ്ഞു പോലെ പ്രോൺസിനെ നമ്മൾ തിരിച്ച് നമ്മുടെ അടുപ്പിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ വറുത്ത് നെയ്ക്കകത്ത്, അതായത് ബട്ടറിനകത്ത് വറുത്ത ഉള്ളി ഇതിലേക്ക് ഒഴിക്കുക. അപ്പം നമ്മളിതിനകത്ത് കടുക് ചേർത്തില്ല കേട്ടോ. അപ്പം ഞാനിവിടെ തീ ഓഫ് ചെയ്യാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സ്പൈസി ആയിട്ടുള്ള ഒരു ബട്ടർ റോസ്റ്റാണ് നമ്മളിവിടെ തയ്യാറാക്കിയത്. ഇത് എപ്പോഴും ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നന്നായിട്ട് വെന്തിരിക്കുന്നു. വറ്റിച്ചെടുത്ത ബസ്മതി റൈസ് കൂട്ടി കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്സും കമൻറ്റും ഇടാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതിസ് മന്ന കിച്ചൻ.